ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറിവേപ്പിൾ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് പേടയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാല് ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലും 1 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കാം കേട്ടോ. 2 3 നെയ്യ് അധികം ഇഷ്ടമുള്ളവർക്ക് 3 വരെ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നുള്ളൂ. 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുക്ക് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 3 ടേബിൾ സ്പൂൺ വരെ ആവാം. ഇനി ഇതും കൂടെ ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗമേ വെക്കാം കേട്ടോ. ഈ പാൻ ഒന്ന് നല്ലതുപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി, കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇടണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അത് അടി പിടിക്കും. കാരണം ഇതിൽ പാലും പാൽപ്പൊടിയും മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് നെയ്യുള്ളതുകൊണ്ട് അടി പിടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇടണമെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്തോളാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 1 മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. കൈ വിടാതെ ഇളക്കണം, അതാണ് ഇതിന് വളരെ ടേസ്റ്റിയാണ്. പിന്നെ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ടേസ്റ്റിയാണെന്ന്. പക്ഷെ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആണിത്. അപ്പോൾ അത്രയും വിലയൊന്നും നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഓയിൽ ചെയ്തിട്ടുള്ള ഒരു ബട്ടർ പരറ്റി വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് പകർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഉരുട്ടാവുന്ന ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പിടിച്ച് ചെറു ചൂടുണ്ടാവും. അപ്പോൾ ഒന്ന് ചെറിയ ചൂട്ടോട് കൂടിയിട്ട് ഇത് ഉരുട്ടിയിട്ട് നമുക്കൊന്ന് ഇതിങ്ങനെ നമുക്ക് ചൂടാക്കും. ഉരുട്ടുമ്പോൾ കയ്യിൽ വല്ലാതെ ചൂട് കൂടണമെങ്കിൽ ഒരു സ്വല്പം ഒന്ന് വെള്ളം തൊട്ടാൽ മതിയിട്ട് ഇതേമാതിരി ഒന്ന് വെള്ളം തൊട്ട് കഴിഞ്ഞിട്ട് തുടങ്ങി ഇതിങ്ങനെ നമുക്ക് പിടിച്ചിട്ട് ഉരുട്ട ഒരു അധികമല്ല, കുറച്ചൊന്ന് വെള്ളമാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ പൊള്ളണേന് ഒരു കുറവ് കിട്ടും കേട്ടോ. ഒരു മീഡിയം ചൂടിലാണ് ഞാൻ ചെയ്യണത്, കാരണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോവും. ഇങ്ങനെ ഒരു ചെറിയൊരു വിരലുകൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിലൊരു ബദാം പിസ്ത എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മിൽക്ക് പേട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉരുട്ടുമ്പോൾ കൈ ചൂടുണ്ടെങ്കിൽ ഒരു സ്വല്പം ഒന്ന് വെള്ളം കയ്യിൽ അധികം ഒന്ന് തൊട്ടിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റും. ഒരുവിധം മീഡിയം ചൂട്ടോടെ തന്നെ ഉരുട്ടണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ ഈ നമ്മളിപ്പോൾ 1 കപ്പ് പാൽപ്പൊടിക്ക് എടുക്കണമെങ്കിൽ ഈ ഷേപ്പിലുള്ള ഒരു 12 എണ്ണം നമുക്ക് കിട്ടും. പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടാനായിട്ടാണ് ഞാൻ എണ്ണം പറയുന്നത്. ഒരു 12 എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യാത്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.